ഗുഡ് മോർണിംഗ്. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ലഭിക്കാൻ പോകുന്ന ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായി ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ആർക്കൊക്കെ റെസനേറ്റ് ആവുമെന്ന് അറിയില്ല. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ എൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് സംതൃപ്തമാണെങ്കിൽ, ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ലൈക്ക് ചെയ്യുകയും അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാറോ റീഡറിൽ നിന്നും നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഓരോ ദിവസങ്ങളും യൂണിവേഴ്സൽ മെസ്സേജുകൾക്കനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുക. നമ്മൾക്ക് വിജയമാണ് ലൈഫിൽ ഏറ്റവും വേണ്ടത്. നമ്മൾ അച്ചീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കരിയറിലും നമ്മളുടെ സാമ്പത്തികമായ കാര്യത്തിലും അതുപോലെ നമ്മുടെ കുടുംബത്തിനുള്ളിലെ ഒത്തൊരുമയിലുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. കൂടാതെ ഇന്ന് നിങ്ങൾക്ക് റീഡിങ്ങിൻ്റെ അവസാനം സാമ്പത്തികമായിട്ടുണ്ടാകുന്ന ബ്ലോക്കേജ്, കരിയർ സംബന്ധമായിട്ടുള്ള മുടക്കങ്ങൾ, അതുപോലെ നിങ്ങളുടെ മൊത്തത്തിൽ വരുന്ന തടസ്സങ്ങൾ, ബ്ലോക്കേജിന് എന്താണ് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യേണ്ടത് എന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു നൽകുന്നതായിരിക്കും. അതെനിക്ക് നിങ്ങളെ ക്ലിയർ ചെയ്ത് പറഞ്ഞു തരാനുള്ള അനുവാദമില്ല. ഞാനും ഒരു സ്റ്റുഡൻറ്റിന് തുല്യമാണ്. അതിനാൽ എനിക്കറിയാവുന്നത്, എനിക്ക് ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാവുന്ന ആ ഒരു അറിവ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷേ നിങ്ങളത് കറക്റ്റായിട്ട് എല്ലാ ദിവസവും ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ. നഷ്ടപ്പെട്ട സാമ്പത്തികം നിങ്ങളിലേക്ക് വരും. പുതിയ സാമ്പത്തികത്തിൻ്റെ ഒഴുക്ക് നിങ്ങളിലേക്ക് ഉണ്ടാകും. കരിയറിൽ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉയർച്ചയുണ്ടാകും. മനസ്സമാധാനവും സന്തോഷവും അപ്പം നമുക്ക് തന്നെ വരികയും ചെയ്യും. അത് നമ്മൾക്ക് വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 3 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. 3 ഓഫ് പെൻറ്റിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നു. എന്ത് കാര്യത്തിനാണെങ്കിലും ഇന്ന് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി, നിങ്ങളുടെ ജോലി സ്ഥലത്താണെങ്കിലും നിങ്ങളുടെ വീട്ടിൽ കുടുംബത്തിലാണെങ്കിലും നിങ്ങൾ പൊതുപ്രവർത്തകനാണെങ്കിൽ എവിടെയാണെങ്കിലും നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നിൽക്കുക. നിങ്ങളെ വീക്ഷിക്കുവാൻ ആരൊക്കെയോ ഉണ്ട്. നിങ്ങളുടെ നീക്കങ്ങളെ ആരൊക്കെയോ ഫോളോ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ കൂടെ ഉള്ളവർ തന്നെയാണ് എന്നാണ് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന വ്യക്തികൾ തന്നെ നിങ്ങൾക്കെതിരെ മറ്റൊരു സ്ഥലത്ത് ചർച്ച നടത്തുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ഓഫീസിൽ, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, നിങ്ങൾ കുറച്ച് ജാഗ്രതയോടുകൂടി നിൽക്കുക. നിങ്ങളുടെ ലൈഫിനകത്ത് നിങ്ങളെടുത്ത പെട്ടെന്ന് ഒന്നും നോക്കാണ്ട് നിങ്ങളെടുത്ത ഒരു ആക്ഷൻ, നിങ്ങളെടുത്ത ഒരു നടപടിയുടെ ഫലമായിട്ട് നിങ്ങൾ വളരെ മാനസികമായൊരു പെയിൻ അനുഭവിക്കുന്നുണ്ട്. ആ പെയിൻ്റെ ഫലമായിട്ട് ഇന്ന് നിങ്ങൾക്ക് ആരോടൊക്കെയോ ഒരു ചർച്ചയും സംസാരവും നടത്തേണ്ട വരും. അതിൻ്റെ ഫലമായിട്ട് ഇന്ന് നിങ്ങളിൽ നിന്നും ആ പ്രോബ്ലം പൂർണ്ണമായിട്ടും ഇല്ലാതാകുമെന്നാണ് നമുക്ക് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. അതായത് ഇന്നൊരു പുതിയ തുടക്കം, വളരെ വലിയ സക്സസ്സോടു കൂടിയ ഒരു പുതിയ തുടക്കം ഏസ് ഓഫ് വാൻസ് ആണ് നിങ്ങളിലേക്ക് വരികയാണ്. നിങ്ങളിൽ ഇത്രയും നാളും ഉണ്ടായിരുന്ന ആ ഒരു പ്രോബ്ലം അതൊരു മധ്യസ്ഥതയോടുകൂടിയോ അല്ലെങ്കിൽ നിങ്ങൾ സ്വയമാണെങ്കിലും അതിനെ നിങ്ങൾ പൂർണ്ണമായും മാറ്റി നിങ്ങൾ ഇന്നൊരു പുതിയ തുടക്കം ഉണ്ടാവുകയാണ്. അതുപോലെ കരിയർ സംബന്ധമായിട്ടും ബിസിനസ് സംബന്ധമായിട്ടും ഒക്കെ പാർട്ട്ണർഷിപ്പും മറ്റുമൊക്കെ നടത്തുന്നവർക്കും ഇന്ന് കുറച്ച് ശ്രദ്ധയുണ്ടാവുകയും ചെയ്യണം. ഇന്നെന്തോ പുതിയ കുറേ നടപടികൾ നിങ്ങളുടെ ആ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്ഥാപനത്തിലോ ബിസിനസ്സിലോ ഒക്കെ ഇന്നൊരു ചെറിയ പുതുക്കൽ, ആ ഒരു സാധാ രീതിയിൽ നിന്നും മാറ്റി ഒന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഇന്ന് അങ്ങനെ ഒരു സാഹചര്യം നിങ്ങളിൽ ഉണ്ടാകുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് സക്സസ് ആയിട്ട് തന്നെ കാണാം. അത് നിങ്ങളുടെ ഭാവിയിലേക്ക് വരെ വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. അതായത് നിങ്ങൾക്കിനി ഭാവിയിൽ അത് ഒരുപാട് പ്രയോജനമായി തീരുകയുള്ളൂ. അതായത് അത്രയും നല്ല ഒരു തീരുമാനമാണ് ഇന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. വളരെ ബ്ലെസ്സിങ്സോടുകൂടി ഡിവൈൻ്റെ മധ്യസ്ഥതയോടുകൂടി തന്നെയാണ് ആ കാര്യം നടക്കാൻ പോകുന്നത്. ജസ്റ്റിസ് വന്നിട്ടുണ്ട്. കുറേ ആളുകൾക്ക് ഇന്ന് നീതി ലഭിക്കുക. അതായത് ജോലി സംബന്ധമായ കാര്യങ്ങൾക്കായിട്ടും അതുപോലെ നിങ്ങൾ പുറത്തേക്കൊക്കെ പോകാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന വ്യക്തികൾക്ക് ഇന്ന് നിങ്ങളുടെ ചിലപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ദിവസമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ
ആ ഒരു പേപ്പേഴ്സ് വർക്കുകളൊക്കെ ഇന്ന് നല്ല പോലെ മൂവിങ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു മാർഗത്തിനൊരു തീരുമാനം ഉണ്ടാകുകയും നിങ്ങളുടെ ലൈഫ് ഒരു ബാലൻസിലാക്കാൻ സാധിക്കുന്ന ദിവസമായിട്ടാണ് കാണുന്നത്. അതായത് ഇനി മുന്നോട്ട് ഇനി ഇന്ന രീതിയിലാണ് ഞാൻ എൻ്റെ ലൈഫിൽ മുന്നോട്ട് പോകുന്നത് എന്ന് ഒക്കെ നിങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കാനും അതല്ല യൂണിവേഴ്സായിട്ട് ഇന്ന് നിങ്ങൾക്ക് അത് നടപ്പിലാക്കി തരികയാണ്. നിങ്ങളുടെ ലൈഫ് ഇന്ന് ബാലൻസിലാക്കി തരികയാണ് യൂണിവേഴ്സ്. കിങ് ഓഫ് വാൺസ് ആണ്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഫീൽഡിൽ നിങ്ങൾ ഇന്ന് വളരെ പവർഫുള്ളായിട്ടും കൺട്രോളോടു കൂടിയും ഉത്തരവാദിത്വത്തോടു കൂടിയും നിങ്ങളൊരു സ്ഥാനത്തിരിക്കാൻ പറ്റും. നിങ്ങളൊരു എവിടെയാണോ ഏത് സന്ദർഭത്തിലാണോ നിങ്ങൾ സ്ഥിരമായി നിലകൊണ്ടിരുന്നത് ആ സ്ഥലത്ത് നിങ്ങൾക്ക് ഇന്ന് നല്ല ഒരു ബഹുമാനം, നിങ്ങളെ ഒരുപാട് റെസ്പെക്റ്റോടു കൂടി എല്ലാവരും കാണുന്ന ദിവസമാണ്. കാരണം അവിടെ നിങ്ങൾ ഇത്രയും നാളും ചെയ്തതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഒരു പൂർണ്ണതയോടുകൂടി, നിങ്ങൾ വളരെ നല്ല ആത്മാർത്ഥതയോടുകൂടി പല കാര്യങ്ങളും ചെയ്തതിൻ്റെ ഫലം ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുകയാണ്. നിങ്ങളുടെ ജോബിലാണേലും ബിസിനസ്സിലാണേലും വ്യക്തികളുടെ ഇടയിലാണേലും എവിടെയാണേലും ഇത്രയും കാലം നിങ്ങൾ ആത്മാർത്ഥതയോടെ കാണിച്ച ആ ഒരു നിങ്ങളുടെ ആ ഒരു നിങ്ങൾ മുടക്കിയ നിങ്ങളുടെ മനസ്സും ശരീരവും കൊണ്ട് നിങ്ങൾ അധ്വാനിച്ചതിൻ്റെ ഫലം ഇന്ന് നിങ്ങളെ എല്ലാവരും ആദരിക്കുന്ന പോലെ റെസ്പെക്റ്റോടു കൂടി നിങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്ന ഒരവസ്ഥയാണ് നമ്മൾക്ക് നിന്ന് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ്. അതിൻ്റെ ഫലമായിട്ട് ടെമ്പറൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾ ഒറ്റപ്പെട്ട് ഉൾവലിഞ്ഞ് വളരെ വിഷമിച്ചൊക്കെ ഒരുപാട് കാലം കൊണ്ടിരിക്കുന്നതാണ്. നിങ്ങളുടെ ആ ഒരു പ്രവർത്തിക്കോ നിങ്ങളുടെ അധ്വാനത്തിനോ ഒന്നും ഒരു മൂല്യവുമില്ലാത്ത രീതിയിൽ നിങ്ങൾ ഇത്രയും നാൾ ഉൾവലിഞ്ഞു നിന്നു. ആരോടും ഗുണത്തിനും ദോഷത്തിനും ഒന്നുമില്ല. നിങ്ങൾ ചെയ്യുന്നതിൽ നിങ്ങൾക്കൊരു വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് പാസ്റ്റും പ്രസൻറ്റുമായ ആ ഒരു കാലഘട്ടം നിങ്ങൾക്ക് ഇന്ന് ചേർന്ന് വരികയാണ്. നിങ്ങൾ ആ പഴയ കാലത്ത് പാസ്റ്റിൽ തൊട്ട് നിങ്ങൾ ചെയ്തിരുന്ന ആ ഒരു നന്മയ്ക്ക് ഇന്നൊരു സൺറൈസിങ് പോലെയാണ് നിങ്ങൾക്ക് ഒരു സ്ഥാനം ലഭ്യമാകുന്ന. എല്ലാവരാലും റെസ്പെക്റ്റ്, സന്തോഷം, സമാധാനം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന കരിയർ സംബന്ധമായ ഒരു സക്സസ് ആണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് പുറത്തേക്കൊക്കെ പോകാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് ഇന്ന് നല്ല ഒരു തീരുമാനം ലഭ്യമാകുമെന്നാണ് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നത്. എല്ലാവർക്കും നിങ്ങളുടെ എമിഗ്രേഷൻ ആണെങ്കിലും എന്ത് കാര്യങ്ങളാണേലും എല്ലാത്തിനും ഒരു നല്ലൊരു സ്പീഡിൽ തന്നെ മൂവിങ് ഉണ്ടാകുന്നതായിട്ടാണ് ഒരു തീരുമാനം, ഒരു ബ്ലെസ്സിങ്സും സക്സസ്സും ഒരു ശക്തിയും ഊർജ്ജവും ഒക്കെയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. നിങ്ങളുടെ ആ ഒരു തളർന്ന അവസ്ഥയിൽ നിന്നൊക്കെ നിങ്ങളിനി മാറുകയാണ് കേട്ടോ. സ്റ്റാറാണ്. നിങ്ങൾ വിട്ടുകളഞ്ഞു. നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ട് ലഭ്യമാകാത്ത പല കാര്യങ്ങളും നിങ്ങൾ വിട്ടുകളഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം ഉപേക്ഷിച്ച മട്ടിൽ നിന്ന് ഇമോഷണലി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചിരുന്നു. ഒരുപാട് നിങ്ങൾ കോൺഫ്ലിക്റ്റുകൾ അനുഭവിച്ചു, ഒരുപാട് പെയിൻ അനുഭവിച്ചു. നിങ്ങൾ ഒരുപാട് സക്സസ്സിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. പക്ഷേ ലാസ്റ്റ് നിങ്ങളത് വേണ്ട എന്ന് ഓർത്ത് തിരിഞ്ഞ് നടക്കാമെന്ന് ചിന്തിക്കുമ്പോഴാണ് നിങ്ങളുടെ മുമ്പിൽ സ്റ്റാർ ആവുന്നത്. ഒരു സ്കോപ്പ് വരികയാണ് കേട്ടോ നിങ്ങളുടെ മുമ്പിൽ. നിങ്ങൾക്ക് വലിയ ഒരു സക്സസ്സാണ് ഇനി വരാൻ പോണത്. നിങ്ങളുടെ മുമ്പിൽ ഇനി നിങ്ങളൊരു സ്റ്റാറിനെ പോലെ ആവുകയാണ്. അതുപോലെ ഇതിനകത്ത് ഒരുപാട് പേര് ഒരുപാട് നല്ല 4 പേര് അറിയുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമകളുണ്ട് കേട്ടോ. അതായത് ചിലപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ലപോലെ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകാം. അവർക്കൊക്കെ കുറേയും കൂടി ഒരു സ്റ്റാർ ആവാൻ, കുറച്ചും കൂടി ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റുന്ന ഒരു ദിവസമായിട്ട് ഒരുപാട് ചേഞ്ചും മാറ്റവും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടുമാണ് കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് ഇട്ടിരിക്കുന്നത് 8 ഓഫ് വാൺസ് ആണ്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെയാണ് നിങ്ങൾക്ക് സക്സസ് വരുന്നത്. സഡൻ ഒരു ആക്ഷനാണ്, ഒരു ക്വിക്ക് ആക്ഷൻ എന്നൊക്കെ പറയില്ലേ, പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരികയാണ്. നിങ്ങൾ പോലും ചിന്തിക്കാതെ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നൊരു ചേഞ്ചാണ് വരുന്നത്. അതായത് കുടുംബത്തിലൊക്കെ സമാധാനവും സന്തോഷവും, നിങ്ങളുടെ അമ്മ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വേണ്ടി പ്രെയർ ചെയ്ത നിങ്ങളുടെ അമ്മയ്ക്കൊക്കെ ഇന്ന് മനസ്സ് നിറഞ്ഞ ഒരു വാർത്ത കേൾക്കാൻ സാധിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലും ഒരു വളരെ പോസിറ്റിവിറ്റി, നിങ്ങളിലേക്ക് ഒരു നെഗറ്റിവിറ്റി ഇല്ലാതെ ഇത്രയും ടൈം നമുക്കൊരു പോസിറ്റീവ് കൊണ്ട് നിറഞ്ഞ
നിറഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന ഡെവിൾ കാർഡാണ് കേട്ടോ. ഡെവിൾ കാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയോ കുറേ ആളുകൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട്. ഭയങ്കര ബ്ലോക്കേജ്. എന്ത് ചെയ്താലും നിങ്ങൾക്ക് മനസ്സംതൃപ്തി ഇല്ലാണ്ട് നിങ്ങളുടെ മനസ്സിന് ഭയങ്കരമായ ബ്ലോക്കേജ് വന്നിട്ടുണ്ട്. ഒരു ഇരുൾമ, എവിടെയോ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, ഏതോ ഒന്നിൽ നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല കേട്ടോ, എത്ര ശ്രമിച്ചിട്ടും കുറേ ആളുകൾക്ക്. അതായത് ഏതോ ഒരു ബന്ധനത്തിൽ പെട്ട് നിൽക്കുകയാണ്. അതിൽ നിന്ന് നിങ്ങളുടെ മനസ്സിനെയോ ശരീരത്തെയോ നിങ്ങൾക്ക് മോചിപ്പിക്കാൻ പറ്റുന്നില്ല. അതിനകത്തൊരു ലേഡി, ഒരു നെഗറ്റീവ് എനർജി ഉള്ള ഒരു ധാർഷ്ട്യക്കാരിയായ ഒരു ലേഡിയുടെ പ്രസൻസ് വളരെ വ്യക്തമായിട്ടും കാണുന്നുണ്ട്. ആ ഒരു വ്യക്തിയുടെ കൈക്കുള്ളിലാണ് നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന പോലെ നിൽക്കുന്നത്. കണ്ണും കാതും കെട്ടിയിരിക്കുകയാണ്. ഒന്നെങ്കിൽ നിങ്ങളോടൊപ്പം വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാവാം, നിങ്ങളുടെ ഓഫീസിലോ എവിടെയോ ആയിക്കോട്ടെ, ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാവാം. നിങ്ങൾ ഒരുമിച്ച് സഹകരിച്ചു പോകേണ്ട ഒരു കാര്യത്തിലാണ് നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ നിങ്ങൾ ഒരുമിച്ച് വളരെ ഹാപ്പിയോട് പോകേണ്ട സ്ഥലത്ത് ആ ഒരു വ്യക്തിയുടെ പ്രവൃത്തിയുടെ ഫലമായിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായ മെൻ്റൽ ബ്ലോക്കേജ് സംഭവിച്ചിരിക്കുകയാണ്. മെൻ്റലിയാണ് നിങ്ങൾ അവിടെ ബ്ലോക്കേജ് വന്നിരിക്കുന്നത്. 5 ഓഫ് സോഴ്സാണ്. നിങ്ങൾക്ക് ഭയങ്കരമായ ഇറിറ്റേഷനും ഹെഡ് പെയിനും ആ ഒരു സന്ദർഭത്തെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്കതിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റുന്നില്ല, നിങ്ങൾക്ക് അവിടെ പിടിച്ചു നിൽക്കാനും പറ്റുന്നില്ല. കാരണം നിങ്ങൾക്ക് പോകാനായിട്ടോ മുന്നോട്ട് പോകാനായിട്ടോ ഒരു ഇടമില്ലാത്ത പോലെയാണ്. കാരണം നിങ്ങൾ ആ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കിട്ടുന്ന ഒരു സാമ്പത്തിക ഭദ്രത അത് നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു സാമ്പത്തികം നമുക്ക് വേണം. നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യിക്കാൻ ആ സാമ്പത്തികം വേണം. അതിനാൽ നിങ്ങൾ ആ ഒരു ഫീലിങ്സിന്, ആ വ്യക്തിയുടെ പ്രസൻസിന് നിങ്ങൾ അങ്ങോട്ട് കണ്ണും കാതും കെട്ടിയ പോലെ സഹിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് ഒരുമിച്ച് പോയേ പറ്റൂ. ആ ഒരു ഫീൽഡിൽ ഏത് സാഹചര്യത്തിലുള്ളതാണെങ്കിലും ആ വ്യക്തിയോടൊത്ത്, ആ നെഗറ്റീവായ വ്യക്തിയോടൊത്ത് പോയേ പറ്റൂ. ഭയങ്കര ബ്ലോക്കേജാണ് കേട്ടോ ആ ഒരു അവസ്ഥയിൽ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഭയങ്കരം മെൻ്റൽ സ്ട്രെസ്, ഇതൊക്കെ മെൻ്റലി ഭയങ്കരമായിട്ട് നിങ്ങൾ ഡൗൺ ആവുന്നൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അതുപോലെ തന്നെ 6 ഓഫ് പെൻഡിക്കിൾസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. 6 ഓഫ് പെൻഡിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കൊടുക്കൽ വാങ്ങൽ, ഒരു സഹായം ആണ്. ആ ഒരു നിങ്ങൾക്ക് ഒരുപാട് കൊടുക്കൽ വാങ്ങൽ പ്രവർത്തികൾ നിങ്ങൾ ചെയ്തിരുന്നു. അതിനകത്ത് അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ കുറേ മെൻ്റൽ കോൺഫ്ലിക്റ്റ് മൈൻഡ് കൊണ്ട് അനുഭവിക്കുകയാണ്. നിങ്ങൾ മാനസികമായിട്ടും ആ ഒരു സാമ്പത്തിക ഇടപാടിൽ നിങ്ങൾക്ക് അസംതൃപ്തിയാണുള്ളത്. ഒരു സംതൃപ്തിയിൽ എന്ത് ചെയ്യണം, എങ്ങനെ അതിൽ നിന്നൊന്ന് സക്സസ് ആവണം, ആ ഒരു കൊടുത്ത കാര്യത്തിൽ നിന്നും എങ്ങനെ മുന്നോട്ട് മൂവിങ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ ഹാർഡ് വർക്കിനും ഒരുപാട് നിങ്ങൾ അതിനകത്ത് വളരെ ശ്രദ്ധയോടും വളരെ കോൺസെൻട്രേഷൻ ചെയ്താണ് നിങ്ങൾ ആ ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് ആ ഒരു അവസ്ഥയെക്കുറിച്ച് ഓർത്ത്. ആ അവസ്ഥയൊക്കെ മാറി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ആക്ഷൻ എടുക്കാൻ, പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മൈൻഡ് നിങ്ങൾക്കൊപ്പം വരുമെന്നാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത്. നല്ല പോലെ നിങ്ങൾ പ്രെയർ ചെയ്തോളുക. നിങ്ങൾ പ്രെയർ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചിങ് വരുമെന്നും നിങ്ങൾ ചെയ്ത ഹാർഡ് വർക്കിന്, നിങ്ങളുടെ പല കാര്യങ്ങളുടെ ഇടയ്ക്ക് നിങ്ങൾ ചെയ്ത ഹാർഡ് വർക്കിനുള്ള ഫലവും നിങ്ങൾ കൊടുത്ത ധനം നിങ്ങളിലേക്ക് തന്നെ തിരിച്ചൊഴുകുമെന്നുമാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ്. അതുപോലെ തന്നെ നിങ്ങൾ 8 ഓഫ് കപ്സ്, കുറേ വ്യക്തികൾ ഇതിനകത്ത് വളരെ പ്രതീക്ഷയോടുകൂടി ഏതോ ഒന്നിനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരുന്നു. ഒരു വ്യക്തിയെ തന്നെ ആയിരിക്കാം ആ ഹോൾഡ് ചെയ്ത് പിടിച്ചിരുന്നത്. ആ വ്യക്തിയിൽ ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ചും നിങ്ങൾ ആ വ്യക്തിയുടെ സാന്നിധ്യം വളരെ ഇമോഷണലി ഹാപ്പി ആയിട്ടാണ് കണ്ടിരുന്നത്. അവരോടൊത്ത് സംസാരിക്കുക, അവരോടൊത്ത് ചെലവഴിക്കുന്ന ടൈം, ഇതെല്ലാം നിങ്ങൾക്ക് വളരെ ഹാപ്പിനെസ്സും സമാധാനവും സന്തോഷവുമായിരുന്നു. പിന്നെ നിങ്ങൾ അവരെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരുന്നു. നിങ്ങൾ ഒരിക്കലും വിട്ട് കളയാൻ ഇഷ്ടമില്ലാത്ത വിധം ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ ഒരുപാട് അടുത്തിരുന്നു. നിങ്ങളെല്ലാ രീതിയിലും ഹൃദയം തൊട്ട് ആ വ്യക്തിയുമായിട്ട് അടുത്തിരുന്നു. പക്ഷേ ഇന്ന് നിങ്ങൾ ആ ഒരു അവസ്ഥയെ ഉപേക്ഷിക്കാം എന്ന് തീരുമാനിക്കുകയാണ്. കാരണം അത്രത്തോളം നിങ്ങൾ മെൻ്റൽ സ്ട്രഗിൾ ചെയ്യുകയാണ് ആ ഒരു സാഹചര്യത്തിൽ.
ആ മെൻ്റൽ സ്ട്രഗിളിൽ നിന്നും നിങ്ങൾ മറ്റൊരിടത്തേക്ക്, പക്ഷേ നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ തിരിഞ്ഞു പോകുന്നുവെങ്കിലും നിങ്ങൾക്കൊരു ബ്ലെസ്സിങ്സ്, ഒരു ഉദയമാണ് അവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾ എത്രത്തോളം വേദന അനുഭവിച്ചോ, എത്രത്തോളം അപമാനിക്കപ്പെട്ടോ, എത്രത്തോളം ഒറ്റപ്പെട്ടോ, അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്നും മാറി നിങ്ങൾക്കിനി ഇമോഷണലി നിങ്ങൾ ഹാപ്പി ആവുമെന്നാണ് നിങ്ങളോട് ഡിവൈൻ പറയുന്നത്. ഈ സാഹചര്യം നിങ്ങൾ വിട്ട് കളഞ്ഞേക്കൂ എന്നാണ് നിങ്ങളോട് ആര് പറയുന്നത്? ഡിവൈൻ പറയുന്നത്. അത് വിട്ട് കളഞ്ഞാൽ എന്താ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതെന്ന് വെച്ചാൽ 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങൾ സ്വപ്നത്തിൽ ചിന്തിക്കാത്ത ഒരു ലൈഫ്, ഒരു കുടുംബം, ഒരു ദാമ്പത്യ ജീവിതമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ആ നിങ്ങൾക്ക് വേണ്ടാത്ത ആ ഒരു ഇമോഷനെ നിങ്ങൾ വിട്ട് കളഞ്ഞാൽ, നിങ്ങൾ പക്വതയോടെ ചിന്തിച്ചാൽ, നിങ്ങൾ സമാധാനപരമായിട്ട് ആ ഒരു സാഹചര്യത്തെ ഉപേക്ഷിച്ചാൽ നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് ആണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പോലും ചിന്തിക്കാത്ത അച്ചീവ്മെൻറ്റുകൾ, സാമ്പത്തികം, കുടുംബം, സ്നേഹമുള്ള പാർട്ട്ണർ, നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു അബണ്ടൻസ് ആണ്. നമ്മൾക്ക് ഒരു വ്യക്തിക്ക് പോലും എന്തെങ്കിലും കുറവുകൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകും. പക്ഷേ നിങ്ങളുടെ ഈ പെയിനിനെയും ഈ ഇമോഷനെയും നിങ്ങൾ ഉപേക്ഷിച്ചാൽ നിങ്ങൾക്ക് അബണ്ടൻസ് ആണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് സ്വപ്നത്തിൽ ചിന്തിക്കാത്തതിനും അപ്പുറം ഒരു ന്യൂ ബിഗിനിങ്ങും അബണ്ടൻസും നിങ്ങൾക്ക് മുന്നിലുണ്ടെന്നാണ് ഡിവൈൻ പറയുന്നത്. നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് അവിടെ കിട്ടിയിരിക്കുന്നതും നിങ്ങളിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നു. അതൊരു ഫിനാൻഷ്യൽ ലോസ് സംഭവിച്ചതിൻ്റെ പുറത്താവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പഴയ ആ ഒരു പാസ്റ്റ് ലൈഫ്, പാസ്റ്റ് കണക്ഷൻ ഓർത്തിട്ടാവാം നിങ്ങൾ ആലോചിച്ച് നിൽക്കുകയാണ്. പക്ഷേ ആ ആലോചിച്ച് നിൽക്കുന്നതിന് നമ്മൾക്ക് യൂണിക്കോൺ നൽകുന്ന മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. യൂണിക്കോൺ നമ്മളോട് പറയുന്നത്, ഫസ്റ്റ് പറയുന്നത് സർവീസ് എന്നാണ്. നമുക്ക് എപ്പോഴും വരുന്നൊരു മെസ്സേജാണ് കേട്ടോ സർവീസ് എന്നുള്ളത്, അതായത് സേവനം ചെയ്യുക എന്നത്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറില്ലേ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും, നമ്മുടെ ബാഡ് കർമ്മകളെല്ലാം പോകാനായിട്ട് നമ്മൾക്ക് ഏറ്റവും നല്ല ഒരു താക്കോലെന്ന് പറയുന്നത് എന്താണ്? സേവനം ചെയ്യുക എന്നാണ്. അത് ഹൃദയത്തിൽ തട്ടിയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അല്ലേ? ഒരു പാവപ്പെട്ട വ്യക്തിയെ നമ്മൾക്ക് സഹായിക്കാൻ സാധിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ തട്ടി തന്നെ ആയിരിക്കും. അല്ലാതെ വേറെ ഏത് പ്രവൃത്തികളും നമ്മുടെ ലൈഫിൽ ചെയ്താലും നമ്മളൊരു സേവനം ചെയ്ത ഒരാൾ വീണ് കിടന്നാൽ ഓടിച്ചെന്ന് നമ്മൾ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ അത് നമ്മൾ ഹൃദയത്തിൽ തൊട്ടു തന്നെ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്, ഹൃദയത്തിൽ തട്ടി ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. അപ്പം നിങ്ങളുടെ ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് യൂണിക്കോൺ നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ സ്വന്തം ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ച് മറ്റുള്ളവരെ സേവിക്കുക എന്നതാണ് പ്രധാനം. അപ്പോൾ നിങ്ങൾക്ക് സമൃദ്ധിയും സന്തോഷവും നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ വന്നുകൊള്ളും. ഞാൻ നിങ്ങളോട് എത്രയോ പ്രാവശ്യം പറയുന്നു, സാമ്പത്തിക പ്രോബ്ലം, കടബാധ്യത, ഇതൊക്കെ മാറാൻ നിങ്ങൾ ഇനിയും പകച്ച് നിൽക്കാതെയും അതിനെക്കുറിച്ച് ഓർത്ത് പരിഭവം പറയാതെയും നിങ്ങൾ സേവനം ചെയ്യുക. നിങ്ങൾ വിശക്കുന്നവൻ ഒരു നേരത്തെ ആഹാരം ഒരു ദിവസം കൊടുക്കൂ, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ലൈഫിൽ ഒരു പ്രവൃത്തി പോലെ ചെയ്യൂ. 100% ഉറപ്പാണ് നിങ്ങളുടെ പ്രോബ്ലംസ് എല്ലാം മാറും. അതുപോലെ രണ്ടാമത് ഫ്യൂച്ചർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലെറ്റ് ഗോ ഓഫ് ദി പാസ്റ്റ് ആൻഡ് മൂവ് ഫോർവേഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ഭൂതകാലം, അതായത് ഭൂതകാലത്തെ നിങ്ങൾ വിട്ടുകള, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ മുമ്പോട്ട് പോകുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഭാവിയെ സൃഷ്ടിക്കൂ എന്നാണ് പറയുന്നത്. അവ നിങ്ങളെ സഹായിക്കുമെന്നാണ് യൂണിക്കോൺ പറയുന്നത്. അതുപോലെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതും അത് തന്നെയാണ്. ആദ്യം നിങ്ങളുടെ മുൻകാല പരിമിതികൾ ഉപേക്ഷിക്കൂ. നമ്മുടെ നഷ്ടങ്ങളും എല്ലാ കാര്യങ്ങളും, ദുഃഖങ്ങളും പരാജയങ്ങളും എല്ലാം നമ്മൾ ഉപേക്ഷിക്കൂ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി വരുന്ന കാര്യങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസത്തോടെ മുൻപോട്ട് പോകാനാണ് നിങ്ങളോട് യൂണിക്കോൺ പറയുന്നത്. യൂണിക്കോൺ പറയുന്നത് എന്താണ്? സഹായത്തോടെ എനിക്ക് അതിശയകരമായ ഒരു ഫ്യൂച്ചർ സൃഷ്ടിക്കാൻ ശക്തിയുണ്ട് എന്ന് പറയുക. പലരെയും സഹായിച്ചുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു അതിശയകരമായൊരു ഫ്യൂച്ചർ സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ അഫർമേഷൻ പോലെ പറയുക, അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറും. ഞാൻ എപ്പോഴും പറയും പോലെ നെഗറ്റീവായ വ്യക്തികളുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കുക. ഫോണിൽ നിന്ന് പോലും അവരുടെ നമ്പേഴ്സ് ഡിലീറ്റ് ചെയ്ത് കളയുക. അവരുടെ ഓർമ്മകളെല്ലാം മായ്ച്ച് കളയുക. എന്നിട്ട് പോസിറ്റീവായി ചിന്തിക്കുക. നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുക. അവിടെ മുന്നിലും പിന്നിലും സൈഡിലൊക്കെ ആര് നിന്നാലും നിങ്ങളതൊന്നും
തിങ്ക് ചെയ്യാതിരിക്കുക. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾക്ക് ഈ സാമ്പത്തിക ബ്ലോക്കേജും പ്രശ്നങ്ങളെല്ലാം വരുന്നത് നമ്മുടെ റൂട്ട് ചക്രയുടെ പ്രോബ്ലമാണ്. റൂട്ട് ചക്ര കറക്റ്റായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ പോലും അറിയാതെ സാമ്പത്തിക പ്രശ്നം, കുടുംബ പ്രശ്നം, തൊഴിൽ പ്രശ്നം എല്ലാം നിങ്ങളിൽ നിന്നും മാറിക്കിട്ടും. എല്ലാ ദിവസവും 3 മിനിറ്റ് നിങ്ങൾ റൂട്ട് ചക്രയുടെ ആ ഒരു അഫർമേഷൻ ചെയ്യുക. അതായത് നമ്മുടെ അടിവയറിന് താഴെ പ്രൈവറ്റ് ഏരിയയിലും അതുപോലെ തന്നെ ബാക്കിലുമായിട്ട് നമ്മുടെ 2 കൈകളും ചേർത്ത് പിടിച്ച് 3 മിനിറ്റ് നിങ്ങൾ കണ്ണുകൾ അടച്ച് റെഡ് കളറിലെ ഒരു സർക്കിള് ഇങ്ങനെ കറങ്ങുന്നതായിട്ട്, ചക്രം കറങ്ങുന്നത് പോലെ നിങ്ങളിങ്ങനെ തിങ്കിങ് ചെയ്യുക. 3 മിനിറ്റ് ഡെയിലി 1 നേരമോ 2 നേരമോ നിങ്ങൾ ചെയ്യുക. 21 ഡേയ്സ് അല്ലെങ്കിൽ 48 ഡേയ്സ് 100% ഞാൻ ഉറപ്പ് നിങ്ങൾക്ക് നൽകുന്നു. നിങ്ങൾക്ക് വളരെയധികം ചേഞ്ചിങ് നിങ്ങളുടെ ലൈഫിൽ തന്നെ ഉണ്ടാകും. നമ്മുടെ റൂട്ട് ചക്രയുടെ ബ്ലോക്കേജാണ് നമ്മുടെ സാമ്പത്തിക തകർച്ചയുടെ ഒന്നാമത്തെ കാരണക്കാരെന്ന് മനസ്സിലാക്കുക. പിന്നെ മറ്റുള്ളവരുമായിട്ട് നമുക്ക് സഹകരിക്കാനോ സ്നേഹിക്കാനോ ഒന്നും സാധിക്കാതെ വരുന്നതും നമ്മുടെ റൂട്ട് ചക്രയുടെ പ്രോബ്ലമാണ്. ഫസ്റ്റ് നിങ്ങളുടെ ചക്രാസിൽ റൂട്ട് ചക്ര കറക്റ്റ് ചെയ്യുക, പിന്നീട് ബാലൻസ് ചക്രാസ് നോക്കിയാൽ മതി. ആദ്യം നിങ്ങൾ റൂട്ട് ചക്രയുടെ ആ അഫർമേഷൻ ഡെയിലി ചെയ്യുക. നിങ്ങൾ ചെയ്യുക. അത് കിടക്കുന്ന സമയത്തൊന്ന് ആ ബെഡിലിരിക്കുമ്പോഴോ എവിടെയെങ്കിലും ഇരിക്കുമ്പോഴോ ഒരു 3 മിനിറ്റ് നിങ്ങൾ കണ്ണുകൾ അടച്ച് 3-5 മിനിറ്റ് അത് നിങ്ങളുടെ ഇഷ്ടവും സമയവും പോലെ ചെയ്യുക. നിങ്ങളത് ചെയ്താൽ 100% ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, നിങ്ങൾക്ക് ചേഞ്ചിങ് വന്നിരിക്കും. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, പ്രെയർ ചെയ്യുക. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഫുൾ ടൈം ഇരിക്കുകയൊന്നും വേണ്ട. നിങ്ങൾക്ക് എന്താണോ നേടിയെടുക്കേണ്ട ആഗ്രഹം അതെപ്പോഴും തിങ്കിങ് ചെയ്യുക. എൻ്റെ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. കാരണം ഞാൻ എൻ്റെ സാഹചര്യത്തിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ടൈം ചിലവഴിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, എല്ലാവർക്കും നല്ല ഒരു ദിവസം ഉണ്ടാകട്ടെ എന്നും എല്ലാവരും ശക്തിയോടും ഊർജ്ജസ്വലതയോടും കൂടി മുന്നോട്ട് പോകുക. പതറി നിൽക്കരുത്. നമ്മൾക്ക് വെറും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ കാലം തീരാനായിട്ട്. നമ്മൾക്ക് ഒരു നിമിഷം കിട്ടുന്ന ആ നിമിഷത്തെ നമ്മൾ അച്ചീവ് ചെയ്യുക കേട്ടോ. ഒരു നിമിഷം പോലും നമ്മുടെ കളയരുത്. എല്ലാ രീതിയിലും ഹാപ്പിനെസ്സോടു കൂടി സന്തോഷത്തോടു കൂടി ഇരിക്കുക. ഗോഡ് ബ്ലെസ് യു.